വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഇരകളായ ഡാനിയലിന്റെയും രാജേന്ദ്രൻ നായരുടെയും കുടുംബം ബാങ്ക് മുൻ പ്രസിഡന്റായ കെ എബ്രഹാമിന്റെ വീടിന് മുന്നിൽ സമരം തുടങ്ങി. ആധാരമടക്കമുള്ള രേഖകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോൺഗ്രസിൽ പുനഃസംഘടന മുന്നിൽ കണ്ടാണ് ഇത്തരം സമരമെന്ന് കെ എബ്രഹാം പറഞ്ഞു. സുനിൽ തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രസിഡന്റായിരുന്ന ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ എബ്രഹാം കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ പടിക്കൽ ഈ ഡാനിയലിന്റെ കുടുംബം സമരം ചെയ്യുകയാണ്. ഒപ്പം തന്നെ രാജേന്ദ്രൻ നായരുടെ കുടുംബവും ഭാര്യയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ സമരം തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം എന്താണ്? 7 മാസം 2 ദിവസം ബാങ്കിന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് ഒരു തീരുമാനം എത്തിയില്ല. എൻ്റെ പേപ്പർ ഇവരെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ല. ഇതിന് മുൻകൈ എടുത്തത് കെ എബ്രഹാമും അനുയായികളുമാണ്. അതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഞങ്ങൾ ഇതിന് സമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ആധാരം ഉടനെ തന്നെ തിരിച്ചു കിട്ടണം. അല്ലാണ്ട് ഞങ്ങൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിന് പ്രതിവിധിയായിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നീതി കിട്ടണം. നീതി കിട്ടി. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ സമരം ചെയ്ത് വയസ്സും പ്രായം എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരണം ഉടനെ തന്നെ ഉണ്ടാവും. കെ എബ്രഹാമിന്റെ ഇവിടെ വീട്ടുപടിക്കിലേക്ക് സമരം മാറ്റാൻ നേരത്തെ പഞ്ചായത്തിന്റെ ബാങ്കിന്റെ മുമ്പിലായിരുന്നല്ലോ സമരം നടത്തിയിരുന്നത്. ഈ കെ എബ്രഹാമാണ് ഇത് എല്ലാം ചെയ്തുണ്ടാക്കിയ പ്രസിഡന്റല്ലേ ബാങ്കിന്റെ. അയാളാണ് എൻ്റെ പട്ടയത്തിൻ്റെ കൊല്ലപ്പള്ളി സയ്യൂനങ്ങൾ കൂടിയിട്ട് ചെയ്ത സകല പരിപാടിയും കെ എബ്രഹാമാണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഈ സമരം ചെയ്താലേ ഇത് വിജയിച്ചു കിട്ടുള്ളൂ. വേറെ ഉള്ളവരാരും ഈ സമരത്തിലേക്ക് മുൻകൈ എടുത്ത് വരുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. രേഖകൾ കൃത്യമായിട്ടുണ്ട്. ആ രേഖകൾ കൃത്യമായിട്ട് വെച്ച് എൻ്റെ മുതൽ എനിക്ക് കിട്ടിയിരിക്കാം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് നീങ്ങൂല്ല. ഈ സമരം കൊണ്ട് ഇന്ന് ഒഴിവായി പോയാലും നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതിന് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ മരണം വരെയും ഞാൻ പോരാടും. ഇതാണ് ഇവർ പറയുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് സമരം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം കെ എബ്രഹാമിന്റെ വിശദീകരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ രാജേന്ദ്രൻ നായരുടെ മരണത്തിലടക്കം CBI അന്വേഷണം ഉൾപ്പെടെയുള്ള അത്തരം ഏജൻസികൾ അന്വേഷിക്കണം, അതിൽ ദുരൂഹതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിലെ സമരത്തിന് വേണ്ടി രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ പുനഃസംഘടന നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമരം ആയി മുന്നോട്ട് വരുന്നതെന്നുള്ള ഒരു ആക്ഷേപം കൂടി കെ എബ്രഹാം ഉന്നയിക്കുന്നുണ്ട്. അല്ല, എല്ലാ കാലത്തും ഇതിങ്ങനെയാണ്. ഇത് സീസണൽ സമരമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പുനഃസംഘടന നടക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരിക, അന്നേരമാണ് ഈ ആളുകൾ വന്നിരുന്നിട്ട് പോകുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ലോജിക്കാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ പറയൂ. ഞാൻ ഈ കള്ളക്കേസിൽ എന്നെ കുടുക്കി ഞാൻ 3 കൊല്ലമായി ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിച്ചില്ല? ഈ 2 കള്ളക്കേസിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ ഇതുവരെ. എന്തോ ആത്മഹത്യാ പ്രേരണ കേസ് എന്ന് പറയുന്ന കേസുണ്ടല്ലോ, ആ കേസ്. അതുപോലെ പിന്നെ ഈ ഡാനിയലിൻ്റെ 420 കേസുണ്ട്. എന്തുകൊണ്ട് 3 കൊല്ലം കഴിഞ്ഞില്ലേ? എന്താ കുറ്റപത്രം സമർപ്പിക്കുക? എന്താ തടസ്സം? അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല. മനു ദാമോദരനൊപ്പം സുർജിത് തയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.